പരിലസിച്ചിടും മധ്യേ 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരു ഉത്തമ മണവാളനാ. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരു ഉത്തമ മണവാളനാ. ഉത്തമ മണവാളനാ, ഉത്തമ മണവാളനാ. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമായി. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമായി. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചു കൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചു കൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ, മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുമേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുമേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ദൈവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോൾ, ദൈവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോൾ, ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോൾ, ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോൾ, ആദിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവമാ മംഗല്യം നടത്തിയിടുമേ. ആദിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവമാ മംഗല്യം നടത്തിയിടുമേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം 45-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി കല്ല് കൂട്ടുവിനെന്ന് യാക്കോബ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. അവർ കല്ലെടുത്തൊരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിന് യഗർ സാഹദൂത, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. യാക്കോബ് അതിന് ഗലേദ്, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 2 പേരെ നാം കാണുകയാണ്. യാക്കോബിൻ്റെ കൂടെ യാക്കോബിൻ്റെ വേലക്കാരെല്ലാം ഉണ്ട്. യാത്രയിൽ യാക്കോബിൻ്റെ ഭാര്യമാരുണ്ട്, യാക്കോബിൻ്റെ മക്കളുണ്ട്. എല്ലാവരെയും സഹോദരന്മാരായിട്ടാണ് യാക്കോബ് കാണുന്നത്. വേലക്കാരും കൂട്ടാളികളുമെല്ലാം വേറെ സഹോദരന്മാരാരുമല്ല. 2 പേര്. ഇവിടെ നേരെ നിൽക്കുന്നത് ലാബാനാണ്. ലാബാൻ അമ്മാവനാണ്, ലാബാൻ അമ്മായപ്പനുമാണ്. 2 പെൺമക്കളാണ് യാക്കോബിൻ്റെ ഭാര്യമാർ, ലേയയും റാഹേലും. ലാബാൻ്റെ മക്കൾ. യാക്കോബ് ഹാരാനിലെത്തിയിട്ട് 20 കൊല്ലം കഴിഞ്ഞു. ഈ 20 കൊല്ലം അധ്വാനത്തിൻ്റെ വർഷങ്ങളായിരുന്നു, അലച്ചിലിൻ്റെ വർഷങ്ങളായിരുന്നു.
വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ദൈവത്തോട് വാക്ക് പറഞ്ഞിട്ടൊക്കെയാണ് പറഞ്ഞത്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ 20 കൊല്ലം മുമ്പ് അപ്പൻ്റെയും അമ്മയുടെ അടുക്കൽ നിന്ന് പോന്ന് വഴി മധ്യത്തിൽ വെച്ച് ഒരു കൽത്തൂണ് നാട്ടിയതാണ്. അന്ന് ദൈവത്തോട് ഉടമ്പടി പറഞ്ഞതാണ്, ദൈവസന്നിധിയിൽ ചില സമർപ്പണങ്ങൾ എടുത്തതാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പരിപരുത്ത വശങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ ആ സമർപ്പണങ്ങളെല്ലാം പാളിപ്പോയി. പറഞ്ഞ വാക്കുകൾ പോലും മറന്നുപോയി. ഞാൻ ഈ തൂണ് നാട്ടിയെടുത്ത് ഒരു ആലയം ഉണ്ടാകുമെന്ന് പറഞ്ഞ യാക്കോബ് ആലയത്തിൻ്റെ കാര്യമെല്ലാം മറന്നുപോയി. ദൈവീകമായ ആരാധനയുടെ കാര്യം പോലും മറന്നുപോയി. ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് യാക്കോബിൻ്റെ ആത്മീക തീക്ഷ്ണതയെല്ലാം മങ്ങിപ്പോയി, മയങ്ങിപ്പോയി, എല്ലാം ഊർന്നുപോയി. യാക്കോബ് ഇന്ന് ഒരു പിന്മാറ്റക്കാരനാണ്. യാക്കോബ് ഒരു പിന്മാറ്റക്കാരൻ. യാക്കോബിനെ കണ്ടിട്ട് ഒരു ദൈവവൈദ്യരായിട്ടൊന്നും ലാബാന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ലാബാന് ഈ 20 കൊല്ലം കൊണ്ട് ലാബാന് ഒരു ദൈവവിശ്വാസിയാകാമായിരുന്നു. യാക്കോബിൻ്റെ ജീവിതം ശരിയായിരുന്നെങ്കിൽ ഈ മരുമോൻ്റെ ജീവിതം കണ്ട് ആ അമ്മായിപ്പനൊന്ന് തിരിയുമായിരുന്നു. അമ്മായിപ്പൻ തിരിഞ്ഞില്ല. അത് നഷ്ടമായിപ്പോയി, തീരാ നഷ്ടമായിപ്പോയി. അമ്മാവൻ്റെ വീട്ടിൽ വന്ന് 20 കൊല്ലം ജീവിച്ചില്ലേ. അമ്മാവൻ്റെ പെൺമക്കളെ 2 പേരെയും വിവാഹം കഴിച്ച് 14 കൊല്ലം, പിന്നെ അമ്മായിപ്പൻ്റെ ആടുമാടുകളെ നോക്കിക്കൊണ്ട് പിന്നെയും ഒരു 6 കൊല്ലം. ഈ 20 കൊല്ലം ഒരു സത്യവിശ്വാസിയായി പണ്ട് പറഞ്ഞ സമർപ്പണത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ എന്തെല്ലാം നേട്ടങ്ങൾ നേടിയെടുക്കാമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള പെൺകുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു വീട്ടിൽ അവിടെ വിവാഹം കഴിഞ്ഞ് ചെന്ന് നിങ്ങൾ ഇത്രയും നാളുകൾ അവിടെ താമസിച്ച കാലം കൊണ്ട് നിങ്ങളുടെ അമ്മായിയമ്മയെ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നേടിയോ? നിങ്ങളുടെ അമ്മായിയപ്പനെ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നേടിയോ? നിങ്ങളുടെ സൗശീല്യമാർന്ന പെരുമാറ്റം, നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റം, നിങ്ങളുടെ സൗമ്യതയും താഴ്മയുള്ളതായ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ജോലി കാര്യങ്ങളിലുള്ളതായ തീക്ഷ്ണതയും ഉത്തരവാദിത്വബോധവും, നിങ്ങളുടെ പ്രാർത്ഥനാശീലം, നിങ്ങൾക്ക് തെറ്റ് പറ്റരുത് എന്നുള്ള നിങ്ങളുടെ നിർബന്ധം, നിങ്ങൾക്ക് ഇഷ്ടക്കുറവ് വരാവുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് വാടാതെ മുഖം വാടാതെ നിങ്ങളെല്ലാം പുഞ്ചിരിയോടെ ഏറ്റെടുക്കുന്ന നിങ്ങളുടെ മനോഭാവം, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ അതിനെയെല്ലാം പ്രാർത്ഥനാപൂർവ്വം നേരിടുന്ന നിങ്ങളുടെ സമചിത്തത, നിങ്ങളുടെ സഹന മനോഭാവം, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നേടാൻ പറ്റിയോ? നിങ്ങളുടെ അമ്മായിയപ്പനെയോ അമ്മായിയമ്മയോ അല്ല നിങ്ങളുടെ നാത്തൂന്മാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസ് ആരെയായാലും നിങ്ങൾക്ക് നേടാൻ പറ്റിയോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ച് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു ഭാര്യയെ കിട്ടി, ഭാര്യയെ കൊണ്ടുവന്നു, ശരി. ആ വീട്ടിൽ നിങ്ങൾ ഒരു അനുഗ്രഹപാത്രമായിരുന്നുവോ? ആ വീട്ടിൽ നിങ്ങളൊരു തണലായിരുന്നുവോ? ആ വീട്ടിലുള്ളവർക്ക് നിങ്ങളൊരു സഹായിയായിരുന്നുവോ? ആ വീട്ടിലുള്ളവർക്ക് നിങ്ങൾ ആനന്ദവും സമാധാനവും കുളിർമയും പകർന്നു കൊടുത്തുവോ? നിങ്ങളുടെ ജീവിതത്തിലെ വിശുദ്ധി അവർ കാണാനിടയായോ? നിങ്ങളുടെ ജീവിതത്തിലെ സത്യസന്ധത അവർക്ക് കാണാനിടയായോ? നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വസ്തത അവർ കണ്ടുവോ? പണസംബന്ധമായ കാര്യങ്ങളിലുള്ളതായി നിങ്ങളുടെ ശ്രദ്ധയും നിങ്ങളുടെ സൂക്ഷ്മതയും അവർക്ക് മനസ്സിലായോ? ഒരു തെറ്റിന് നിങ്ങളെ കിട്ടുകയില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരത്തക്കവണ്ണം നിങ്ങളുടെ ജീവിതം പരുവപ്പെടുത്തിയിരുന്നോ? നിങ്ങളുടെ പ്രാർത്ഥനാശീലം അവരെ ആകർഷിച്ചിട്ടുണ്ടാകുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോബിൻ്റെ ജീവിതത്തിൽ 20 കൊല്ലം പരാജയപ്പെട്ടു പോയി, 20 കൊല്ലം നഷ്ടപ്പെട്ടു പോയി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലാപ്സായിപ്പോയി, പാഴായിപ്പോയി, കഷ്ടമായിപ്പോയി, നഷ്ടമായിപ്പോയി. യാക്കോബ് ആ 20 കൊല്ലം കൊണ്ട് ലാബാൻ നേടാമായിരുന്നു. പക്ഷേ ഇന്നും ലാബാൻ വിഗ്രഹാരാധിയാണ്. തൂണിൻ്റെ ഒരു വശത്തെ ലാബാൻ, തൂണിൻ്റെ ഇപ്പുറത്ത് യാക്കോബ്. ഒരു വശത്ത് ലാബാൻ വിഗ്രഹാരാധി, ഇപ്പുറത്ത് യാക്കോബ് പിന്മാറ്റക്കാരൻ. ഒരു വിഗ്രഹാരാധിയും പിന്മാറ്റക്കാരനും നേർക്കുനേരെ നിന്നുകൊണ്ട് തൂണ് നാട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കാണുന്നുണ്ടോ ആ കാഴ്ച? ദൈവത്തിന് സ്തോത്രം. വിഗ്രഹാരാധിയായ ലാബാനും പിന്മാറ്റക്കാരനായ യാക്കോബും 2 വശത്തും നേർക്കുനേരെ നിന്നുകൊണ്ട് തൂണ് നാട്ടിയിട്ട് അവർ സംഭാഷണം ചെയ്യുകയാണ്. സംഭാഷണം ചെയ്യുമ്പോൾ പറഞ്ഞ വാക്കൊന്ന, പക്ഷേ ഭാഷ 2. അതെന്ത് പറ്റി? ഒരു വാക്ക് ഒന്ന, സാക്ഷ്യത്തിൻ്റെ കൂടാരം, അതിൽ സംശയമില്ല. പക്ഷേ ഭാഷ 2. നോക്ക് വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. 45-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി. യാക്കോബ് ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി.
കല്ല് കൂട്ടുവിനെന്ന് യാക്കോബ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞു. കൂടെയുള്ളവരോട് പറഞ്ഞു, കല്ല് കൂട്ടുവിനെന്ന് പറഞ്ഞു. അവർ കല്ലെടുത്തൊരു കൂമ്പാരമുണ്ടാക്കി കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. കൽക്കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ലാബാൻ അതിന് യഗർ സാഹദൂത, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. ലാബാൻ അതിനെ പേര്, ലാബാന്റെ ഒരു പേര് യഗർ സഹദൂത. യഗർ സഹദൂത എന്ന ഒരു പേരാണ് ലാബാൻ കൊടുത്തത്. അർത്ഥം സാക്ഷ്യത്തിന്റെ കൂടാരം എന്നാണ്. യാക്കോബ് കൊടുത്തതോ? യാക്കോബ് അതിന് ഗലേദ്, സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്ന് പേരിട്ടു. സാക്ഷ്യത്തിന്റെ കൂമ്പാരം എന്നുള്ള പേര് രണ്ടുപേരും ഒന്ന് തന്നെ. പക്ഷേ യാക്കോബ് അതിന് കൊടുത്ത പേര് ഗലേദ് എന്നാണ്. ഭാഷ രണ്ടാണ്. കാരണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നെങ്കിലും രണ്ട് വിരുദ്ധ ഹൃദയങ്ങളോട് ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് പലരും അങ്ങനെയാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരു കിടക്കയിൽ കിടക്കും, ഭാര്യയും ഭർത്താവ് ഒരു കിടക്കയിലാണ്, പക്ഷേ വിരുദ്ധ ഹൃദയങ്ങളോടുകൂടി, വിരുദ്ധ മനസ്സോടുകൂടി ഒരു വീട്ടിലാണ്, ഒരു മുറിയിലാണ്, ഒരു ഓഫീസിലാണ്, വിരുദ്ധ ഹൃദയത്തോടു കൂടി ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്, പക്ഷേ വിരുദ്ധ മനോഭാവത്തോടു കൂടി. ഞാൻ രഹസ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിരുദ്ധ മനോഭാവത്തോടു കൂടി ഒരു യാത്ര ചെയ്യുന്നത് അപകടകരമാണ്. വിരുദ്ധ മനോഭാവത്തോട് യാത്ര ചെയ്യുമ്പോൾ പിശാചിനവിടെ കയറി വരാം, സാത്താന് കയറി വരാം. വിരുദ്ധ മനോഭാവത്തോടുകൂടി കിടക്കയിൽ കിടന്നാൽ പിശാചിനവിടെ കയറി വരാം. വൈരാഗ്യ മനോഭാവത്തോടുകൂടി വീട്ടിൽ കഴിഞ്ഞാൽ പിശാചിനവിടെ കയറി വരാം. സ്നേഹത്തോടെ പറയട്ടെ, മാതാപിതാക്കളോട് വൈരാഗ്യ മനോഭാവത്തോടെ മക്കളെ നിങ്ങൾ ഇരിക്കരുത്. ഭർത്താവിനോട് വൈരാഗ്യ മനോഭാവത്തോടെ മോളെ നീ ഇരിക്കരുത്. നിൻ്റെ ഭാര്യയോട് വിരുദ്ധ മനോഭാവത്തോടെ മോനെ നീ ഇരിക്കരുത്. നീ ക്ഷമിക്കുക, നീ സഹിക്കുക, നീ സ്നേഹിക്കുക. നിന്നിൽ നിന്ന് കൊടുക്കേണ്ടത് സ്നേഹം മാത്രം. ഒരു കൂട്ടായ്മയിൽ വിരുദ്ധ മനോഭാവത്തോടെ ഒന്നിച്ചിരിക്കരുത്. വിരുദ്ധ മനോഭാവത്തോടെ ഇരിക്കുന്നുവെങ്കിൽ അപകടകരമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹത്തിൻ്റെ പാഠമാണ്. എന്നാൽ ഇന്ന് യേശുക്രിസ്തു അനുയായികൾ കാണിച്ചു തരുന്നതോ വൈരാഗ്യത്തിൻ്റെ എല്ലാ തിന്മകളും. അതല്ലേ ഇന്ന് കാണുന്നത്. ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിലാണോ തർക്കങ്ങൾ, വിതർക്കങ്ങൾ? ഇന്ന് ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാണോ ഇന്ന് കേസുകളും വ്യവഹാരങ്ങളും? ആണോ? അല്ലല്ലോ. വിശ്വാസം ഒന്ന് തന്നെ, ശുശ്രൂഷ ഒന്ന്, ഗീതങ്ങളൊന്ന്, പ്രാർത്ഥനകളൊന്ന്, കൂദാശകളൊന്ന്, എല്ലാം ഒന്ന്. പിന്നെന്താ വ്യത്യാസം? പക്ഷേ പരസ്പരം ഐക്യമില്ല, വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3. പ്രിയപ്പെട്ടവരെ, ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3. അതിൽ നീ മാറില്ല. മുയലിന് കൊമ്പില്ലായിരിക്കും, അല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ശരിയായിരിക്കും. അത് പക്ഷേ ഞാനൊരു മുയലിനെ പിടിച്ചു, അതിന് കൊമ്പ് 3 ഉണ്ട്. എന്തു ചെയ്യും? ആ മുയലിന് കൊമ്പ് 3 ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പറയുന്നതായ ഈ വാശി പിടിച്ചുള്ളതായ മത്സരത്തിൻ്റെ വാക്കുകൾ മാത്രമല്ല, മത്സരത്തിൻ്റെ പ്രവൃത്തികളും വരുന്നു. സഭാതലങ്ങളിൽ, സമുദായ തലങ്ങളിൽ, മതതലങ്ങളിൽ, പോരാ കുടുംബങ്ങളിൽ പോലും. പറയട്ടെ, വിരുദ്ധ മനോഭാവത്തോടുകൂടി ഊണ് കഴിക്കാനിരിക്കുന്നത് എന്താ ചെയ്യുന്നത്? അവർ വിരുദ്ധ മനോഭാവത്തിൽ, രണ്ട് നല്ല വൈരാഗ്യത്തിലാണ്. യാക്കോബ് വീട് വിട്ട് ഓടിപ്പോവുകയാണ്, ലാബാനെ വിട്ട്. ലാബാനെ അറിയിക്കാതെ ഓടിപ്പോകുന്നത്. യാക്കോബ് ലാബാൻ അറിയാതെ, അമ്മായിയപ്പൻ അറിയാതെ ഭാര്യമാരെയും മക്കളെയും ആടുമാടുകളെയും ദാസിദാസന്മാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് പോവുകയാണ്. യാക്കോബിന് പോകുന്ന ന്യായങ്ങളുണ്ട്. എത്ര കാലം ഞാൻ ഈ അമ്മായിപ്പൻ്റെ അടിമയായി കഴിയും? എനിക്കൊരു വീട് വേണ്ടേ? എനിക്കൊരു ഭാവി വേണ്ടേ? എനിക്കൊരു ജീവിതം വേണ്ടേ? എനിക്കെൻ്റെ അപ്പനെ കാണണ്ടേ? എനിക്ക് അമ്മയെ കാണണ്ടേ? യാക്കോബ് ന്യായങ്ങളുണ്ട്, ലാബാൻ ന്യായങ്ങളുണ്ട്. എൻ്റെ മക്കൾ, ഞാൻ വളർത്തിയ മക്കൾ, ഇവൻ അങ്ങും കണ്ടെന്ന് വന്നവൻ, ഞാൻ ഇത്രയും കാലം അവനെ വളർത്തി, അവനെ പോറ്റി, അവനെ പുലർത്തി, അവന് ഒരു ഭാവി കൊടുത്തു, അവൻ ആൾപാടുകൾ കിട്ടി, എല്ലാം ഞാൻ കൊടുത്തതല്ലേ? അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോകരുതോ? അവൻ എന്തിനാണ് പോകുന്നത്? ഇവിടെ എന്തിനാണ് കുറവുള്ളത്? രണ്ടുപേർക്കും സ്വാർത്ഥപരമായ ചില ഉദ്ദേശങ്ങളുണ്ട്. സ്വാർത്ഥതയുള്ളയിടത്ത് അനൈക്യം ഉണ്ടാകും. നിങ്ങൾക്ക് മനസ്സിലായോ? സ്വാർത്ഥത എവിടെയുണ്ടോ, തൻകാര്യം എവിടെയുണ്ടോ, അവിടെ അനൈക്യം വരും. മറ്റുള്ളവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണുവാൻ സാധിക്കുമ്പോൾ എതിരാളി പറയുന്നതിലും എന്തെങ്കിലും ന്യായമുണ്ടോ എന്ന് നോക്കാനുള്ളൊരു എളിമ വന്നാൽ അപ്പോൾ അവിടെ ഇഷ്ടക്കുറവ് വരില്ല, എല്ലാം ശാന്തമാകും. ഇന്ന് എതിരായി നിൽക്കുന്നവരും പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ, അവർ പറയുന്നതിൽ എന്തെങ്കിലും എനിക്ക് ചിന്തിക്കാനുണ്ടോ, എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്നുള്ള മനോഭാവം നമുക്ക് വന്നാൽ നമുക്കെല്ലാം ശരിയാക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ രണ്ടുപേർക്കും അവരവരുടെ ന്യായങ്ങൾ പിടിച്ച് നിൽക്കുകയാണ്. വൈരാഗ്യ മനോഭാവത്തോടെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി, കല്ല് കൂട്ടി വന്ന് യാക്കോബ് എന്ന സഹോദരനോട് പറഞ്ഞു. അവർ കല്ലെടുത്തൊരു കൂമ്പാരം ഉണ്ടാക്കി, കൂമ്പാരത്തിന്മേൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പല സദ്യകളും പല വിരുന്നുകളും
ഇതുപോലെ ഈ പുറമേ ചിരി കാണിച്ച്, പുറമേ ഈ പല്ല് കാണിച്ച്, പുറമേയുള്ള കാപട്ടി അഭിനയിച്ച്, സ്നേഹത്തിൻ്റെ കപടഭാവം അഭിനയിച്ചല്ല ഉള്ള കാര്യങ്ങളല്ലേ ഇന്ന് പലയിടത്തും നടക്കുന്നത്. ഉള്ളിലൊന്നിരിക്കുന്നു, പുറമേ മറ്റൊന്ന് ഭാവിക്കുന്നു. കാപട്യമാണത്. ദൈവമക്കൾക്ക് കാപട്യം ഉണ്ടാകാൻ പാടില്ല. ദൈവമക്കൾക്ക്, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർക്ക് കാപട്യം ഉണ്ടാവുകയില്ല. കാപട്യം പിശാചിൻ്റേതാണ്. അവൻ ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നത് കർത്താവ് പറഞ്ഞു. ഫോൾസ്ഹുഡ്, വ്യാജം എന്നുള്ളത് പിശാചിൻ്റെ വകയാണ്. യാക്കോബിന് നല്ല നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നവനാണ്. പക്ഷേ ഇവിടെ യാക്കോബ് അമ്മായപ്പനുമായി പിണങ്ങി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ ഉണ്ടായത്? അവിടെ വെച്ച് അവരെ ഭക്ഷണം കഴിച്ചു. ലാബാൻ ആ കൽക്കൂമ്പാരത്തിന് കൊടുത്ത പേര് യഗർ സാഹദൂഥ. അവൻ്റെ ഭാഷയിൽ, അവൻ്റെ നാട്ടിലെ ഭാഷയിൽ ഒരു പേര് കൊടുത്തു. എന്നാൽ യാക്കോബ് സ്വന്തമായിട്ടൊരു പേര് കൊടുത്തു. ഇവിടെ വേറൊരർത്ഥം കൂടി നമുക്ക് എടുക്കരുതോ? നിങ്ങൾ ശാന്തമായിട്ട് ചിന്തിച്ച് നോക്കൂ. വേറൊരർത്ഥം കൂടി നമുക്ക് എടുക്കരുതോ? അമ്മായപ്പൻ കൊടുത്ത പേര് അമ്മായപ്പൻ്റെ പേര്. പക്ഷേ ഞാൻ കാര്യം ഇത്രയും കാലം ദൈവത്തെ അറിയാതെ ജീവിച്ചവനാണെങ്കിലും എനിക്ക് ഒരു സത്യദൈവമുണ്ട്. എൻ്റെ ദൈവം തന്ന എൻ്റെ പഴമയുടെ പാരമ്പര്യം വിടാൻ എനിക്ക് സാധ്യമല്ല. അമ്മായപ്പൻ്റെ കൂടെ 20 കൊല്ലം ജീവിച്ചു, ശരിയാണ്. പക്ഷേ ഇനി എനിക്ക് ആ കൂട്ടുപാടില്ല. ഇനി എനിക്ക് എൻ്റേതായ ഭാഷ, എൻ്റേതായ സംസ്കാരം, എൻ്റേതായ തനിമ, അത് ഞാൻ നിലനിർത്തും. നല്ലത്. ആ ഒരു ചിന്താഗതിയാണെങ്കിൽ നല്ലത്. യാക്കോബിന് ആ ചിന്താഗതി അകത്ത് ഉപഗൂഹനം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങിക്കിടക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയത്തിൽ അത് ഒളിഞ്ഞു കിടപ്പുണ്ട്. എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ ദൈവം, പണ്ട് മുതലേ ഉള്ളതായ ചിന്തകൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മായപ്പൻ്റെ ആ വാക്കിന് യാക്കോബ് ഇപ്പോൾ വഴങ്ങിക്കൊടുക്കാത്തത്. അമ്മായപ്പൻ്റെ ഭാഷയ്ക്ക് വഴങ്ങിക്കൊടുക്കാത്തതിന് കാരണം അതാണ്. യാക്കോബ് അവിടെ തൽക്കാലത്തേക്കൊരു ഉടമ്പടി ഉണ്ടാക്കി, തൽക്കാലത്തേക്ക് ഒരു രമ്യതയുണ്ടാക്കി, പേരിന് ഒരു രമ്യതയുണ്ടാക്കി, പൊതിഞ്ഞ ഒരു രമ്യതയുണ്ടാക്കി, തൽക്കാലത്തേക്ക് മനുഷ്യരെ കാണിക്കാൻ രമ്യതയുണ്ടാക്കി. ഈ തൂണ് കടന്ന് നീ ഇങ്ങോട്ട് വരരുത്, ഈ തൂണ് കടന്ന് ഞാൻ അങ്ങോട്ടും വരികയില്ല എന്ന് ലാബാൻ പറയുന്നു. ഇത് ഒരു അതിരാണ്. നീ ഈ തൂണ് കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വരരുത്, നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി ഞാൻ ഈ തൂണ് കഴിഞ്ഞ് അങ്ങോട്ട് വരികയില്ല, നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതാണ് അമ്മായിയപ്പൻ പറയുന്നത്. യാക്കോബ് തന്നെ പറയുന്നു. വ്യക്തമായൊരു വേർതിരിവ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വ്യക്തമായൊരു വേർതിരിവ് വേണം. വിഗ്രഹാരാധിയായ അമ്മാവനോട് പിന്മാറ്റക്കാരനായ യാക്കോബ് ഈ വേർതിരിവ് കാണിച്ചപ്പോൾ മുതൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ വെളിച്ചം വീശി തുടങ്ങി. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു തുടങ്ങി. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം വന്നു തുടങ്ങി. യാക്കോബ് സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു തുടങ്ങി. ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ സാഹചര്യങ്ങളോട്, വിഗ്രഹാരാധനയുടെ സാഹചര്യങ്ങളോട്, സത്യദൈവത്തെ വിട്ടുള്ള സാഹചര്യങ്ങളോട് വ്യക്തമായൊരു വേർതിരിവിന് നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിച്ചു തുടങ്ങാം. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി, നിങ്ങളെ സത്യദൈവ ആരാധനയിൽ നിന്ന് അകറ്റുന്നതായി എന്തെല്ലാം ഉണ്ടോ ആ സാഹചര്യങ്ങളോട് നിങ്ങൾ വിട പറയാൻ തയ്യാറാകണം. ഇന്ന് നിങ്ങളുടെ കൂട്ടുകാർ കാണും. അവർ നിങ്ങളെ പലതരത്തിൽ സഹായിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്തവരായിരിക്കും. പക്ഷേ അവർ നിങ്ങളെ ദൈവിക ആരാധനയിൽ നിന്ന് മാറ്റുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതം മുരടിക്കുന്നതിന് കാരണമായവരാണെങ്കിൽ, ആത്മീയമായി നിങ്ങളുടെ ജീവിതം പരാജയപ്പെടുന്നതിന് കാരണമാണെങ്കിൽ അവരെ വിട്ടുകൊള്ളുക. അവരുമായി യാതൊരു ചാർച്ചയും വേഴ്ചയും ഇനി അരുത്. വ്യക്തമായൊരു അതിര് നിശ്ചയിക്കുക. അതാണ് വേർപാടെന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയും, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്. നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൻ്റെ അവസാനത്തോട് എടുക്കുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്. നമുക്ക് വായിച്ചു കേൾക്കാം. വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, ഇവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ, അശുദ്ധമായതൊന്നും തുടരുത്, അശുദ്ധമായതൊന്നും തുടരുത്, അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. ഏതിൻ്റെ നടുവിൽ നിന്ന്? അശുദ്ധമായി ഇതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായി കൂട്ടുകെട്ട് വിട്ടു പോരണം. ദൈവത്തിന് സ്തോത്രം. മകനെ, നിനക്ക് തെറ്റുപറ്റുന്നൊരു രംഗമാണ് നിനക്ക് തോന്നുന്നുണ്ടോ? അവിടെ ഇനി പോകരുത്, അവരിനി കാണരുത്. ആ വ്യക്തിയല്ല, ആ വ്യക്തികളെ കാണരുത്. ആ വീടിനി കാണരുത്, ആ വീട്ടിൽ ഇനി പോകരുത്. ആ സാഹചര്യത്തിൽ നീ പോകരുത്, നീ മാറിപ്പോയിക്കൊള്ളണം. ആ സാഹചര്യം വിട്ടുപോരണം. ആത്മാവിൽ നിൽക്കണമെങ്കിൽ അനേകരെ തെറ്റിലേക്ക് പോകുന്നത്, മദ്യപാനം വിട്ടവർ പിന്നെയും മദ്യപാനത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ?
കൂട്ടുകാരോടുള്ളതായ സ്നേഹത്തിൽ അവരെ പയ്യെ പയ്യെ ആ സ്നേഹത്തിൽ വശീകരിക്കും. നിങ്ങളുടെ വിശ്വാസം നശിപ്പിക്കുന്നത് ആരാണെങ്കിലും അവരിൽ നിന്ന് വിട്ട് മാറിക്കൊള്ളണം. നിങ്ങളുടെ വിശ്വാസത്തിന് കത്തിവെക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് മാറിക്കൊള്ളണം. നിങ്ങളുടെ വിശുദ്ധിക്ക് കേടുവരുത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിക്കൊള്ളണം. നിങ്ങൾക്ക് സമാധാനം തന്ന ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയെ കത്തിവെക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായോ? പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തന സരണിയിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നതായ യാതൊരു വാക്കും കേൾക്കാൻ നിങ്ങൾ നിന്നു കൊടുക്കരുത്. നിങ്ങൾ മാറിക്കൊള്ളണം. വിട്ടുപോരുവീൻ വിട്ടുപോരുവീൻ. നമുക്ക് കേൾക്കാം. ഒന്നുകൂടെ വായിക്കാം. 52-ാം അധ്യായം 11-ാം വാക്യം. വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ വിട്ടുപോരുവീൻ വിട്ടുപോരുവീൻ. അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്. അശുദ്ധമായതൊന്നും തുടരുത്. അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവീൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. നിങ്ങൾ യഹോവയുടെ ഉപകരണം ചുമക്കുന്നവരാണ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ. നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലാപ്പിണ കൂടരുത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലാപ്പിണ കൂടരുത്. ഡോണ്ട് ബി യോക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസികളുമായി ഒരു നുകത്തിൽ വെച്ച് പൂട്ടരുത് എന്നാണ് ഇംഗ്ലീഷ്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലാപ്പിണ കൂടരുത്. ഡോണ്ട് ബി യോക്ഡ് വൺ അനദർ വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസികളുമായി ഒരു നുകത്തിൽ വെച്ച് പൂട്ടരുത്. അങ്ങനെയുള്ളവരോട് സംസാരിച്ചിരുന്നാൽ നിങ്ങൾ കേടുവരും. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ. വെളിച്ചത്തിന് ഇരുളോട് എന്തോ ഒരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. ക്രിസ്തുവിനും ബലിയാലിനും. ബലിയാൽ എന്ന് പറഞ്ഞാൽ ബലയാമല്ല. ബലിയാൽ ദ സൺ ഓഫ് ഡെവിൾ, പിശാചിന്റെ മകൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അതുകൊണ്ട് നാം വായിക്കുന്നതാണ് 16-ാം വാക്യം മുതൽ വായിക്കാം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്ന്. നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. ശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വിട്ടുമാറണം. വ്യക്തമായൊരു വേർതിരിവ് വരികയാണ്. 2-ാമത്തെ തൂണ്, യാക്കോബിൻ്റെ ജീവിതത്തിലെ 2-ാമത്തെ തൂണ് ആ വേർതിരിവിൻ്റെ തൂണാണ്. ലാബാനുമായി വേർതിരിവ്. വിഗ്രഹാരാധിയായ ലാബാനുമായി വേർതിരിവ്. യാക്കോബ് പിന്മാറ്റത്തിൽ നിന്ന് പയ്യെ തിരികെ പോരുകയാണ്. പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് യാക്കോബ് പയ്യെ പയ്യെ കരയേറി വരികയാണ്. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ആരെങ്കിലും പിന്മാറ്റ അവസ്ഥയിലുണ്ടോ? മകനെ, നിൻ്റെ ജീവിതത്തിൽ ഡിപ്രഷൻസ് വന്നിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിൽ ഫ്രസ്ട്രേഷൻസ് വന്നിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നൈരാശ്യങ്ങൾ വന്നിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിൽ മോഹഭംഗങ്ങൾ വന്നിട്ടുണ്ട്. നിൻ്റെ ജീവിതത്തിൽ തളർച്ചകൾ വന്നിട്ടുണ്ട്. മകളെ, നിൻ്റെ ജീവിതത്തിൽ നൈരാശ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ നിൻ്റെ ജീവിതത്തിലെ എല്ലാ നിരാശകളെയും ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും തളർച്ചകളെയും മാറ്റുവാൻ കർത്താവായ യേശു ഇന്ന് നിന്നെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പറയുന്നു, അശുദ്ധിയിൽ നിന്ന് വേർപെട്ട് പോരുവീൻ, തിന്മയിൽ നിന്ന് വേർപെട്ട് പോരുവീൻ. നീ പിന്മാറ്റത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് പോരുവീൻ. നീ ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ലാബാൻ്റെ ഭവനത്തിൽ നിൽക്കണ്ട. ലാബാനുമായി വേഴ്ച വേണ്ട. ലാബാനുമായി ചാർച്ച വേണ്ട. ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ രസിക്കുന്ന, ലോകത്തിൽ പണം സമ്പാദിക്കണമെന്ന് മാത്രം ലക്ഷ്യമാക്കുന്ന ആ ലാബാനുമായി കൂട്ടുകെട്ട് നീ വിടൂ. ലോകത്തിൽ ആടുമാടുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, ലോകത്തിലെ സമ്പത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വിഗ്രഹാരാധിയായ ലാബാനുമായിട്ടുള്ള സമ്പർക്കം വിടൂ. നീ വിട്ടുപോരുവീൻ. നീ മാറിപ്പോരുവീൻ. മകനെ, നീ വേഗം അശുദ്ധമായ സാഹചര്യങ്ങളോട് യാത്ര പറഞ്ഞ് മാറുവീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എനിക്കറിയാം പ്രിയപ്പെട്ടവരെ, ചില മൊബൈൽ ഫോണുകളിൽ കൂടെ പ്രേമബന്ധങ്ങൾ സ്ഥാപിച്ച ചില യുവാക്കന്മാർ, ചില യുവതികൾ, അവർ വ്യക്തമായി തീരുമാനമെടുത്തു. അവർ പിന്നെ ആ മൊബൈൽ ഫോണിലെ സിം കാർഡ് വേണ്ട എന്ന് വെച്ചു. അത് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി? പിന്നെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. ആ ഫോൺ പിന്നെ എടുക്കാൻ ഇടവരുന്നില്ല. എന്തുകൊണ്ട്? ആ ബന്ധം വേണ്ട എന്ന് വിചാരിച്ചു. വേണ്ടാത്ത ബന്ധമാണെന്ന് മനസ്സിലായി.
അഴുക്ക് ബന്ധമാണെന്ന് മനസ്സിലായി, അശുദ്ധ ബന്ധമാണെന്ന് മനസ്സിലായി. അങ്ങനെയുള്ളവരെ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം അഴുക്ക് ബന്ധങ്ങളിലേക്ക്, ഈ മൊബൈൽ ഫോണിൽ കൂടിയുള്ള ചാറ്റിങ്ങിലേക്കും അത് ചീറ്റിങ്ങിലേക്കായി പോകുന്ന ഭയാനകമായ അവസ്ഥകളിലേക്കും ആരും പോകാതിരിപ്പാൻ കരുണയുള്ള കർത്താവ് കൃപയാൽ അവർക്കൊരു സുബോധം കൊടുക്കുന്നു. നല്ലത്, അനേകം പേര് രക്ഷപ്പെട്ടു പോരുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മിസ്ഡ് ഗോൾ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടി പലരെയും കെണിയിലാക്കുന്നുണ്ട്. ഒരു മിസ്ഡ് ഗോൾ കാണും, തിരിച്ചു വിളിക്കും, തുടർന്ന് ചില ബന്ധങ്ങൾ സ്ഥാപിക്കുകയായി. ഇതെല്ലാം അപകടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ചെറുപ്പക്കാർ പലരും യുവാക്കളെ കേൾക്കുന്നുണ്ടല്ലോ. യുവാക്കന്മാരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഭാവി നശിപ്പിച്ച് കളയരുത്, നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടുത്തി കളയരുത്. ഞാൻ വായിച്ചു, കോളേജ് വിദ്യാർത്ഥികളിൽ, ഹൈസ്കൂൾ +2-ലും കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നടത്തിയ ഒരു സർവേയുടെ ഫലം നിങ്ങൾ കേൾക്കണമോ? 68% വിദ്യാർത്ഥിനികൾ ഡിപ്രഷനിലാണ് എന്ന്, അവർ മനസ്സിൽ വ്യാകുലപ്പെട്ട് കഴിയുകയാണ് എന്ന്, അവർ നിരാശയിൽ കഴിയുകയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന് പോംവഴി? യേശുവിൻ്റെ അരികിലേക്ക് വരിക, വ്യക്തമായി പാവസാഹചര്യങ്ങളോട് യാത്ര പറയുക, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. ക്രിസ്തുവിൻ്റെ കുരിശിലെ തിരുരക്തം നിങ്ങളെ മാടി വിളിക്കുന്നു. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സ്നേഹം നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരാം. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, ഞാനിതാ എന്നെ തന്നെ നിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം നിനക്കായി സമർപ്പിക്കുന്നു. അശുദ്ധ സാഹചര്യങ്ങളോട് ഞാനിതാ യാത്ര പറയുന്നു. തിന്മയുടെ എല്ലാ കൂട്ടുകെട്ടുകളോടും ഞാനിതാ യാത്ര പറയുന്നു. തിന്മയിലേക്ക് എന്നെ പ്രേരിപ്പിക്കാനിടയുള്ളതായ സാഹചര്യങ്ങളെപ്പോലും ഞാൻ വിട്ടുമാറുന്നു. എൻ്റെ യേശുവേ, യേശുവിനോടും യേശുവിൻ്റെ ജനത്തോടും ചേർന്ന് നിൽപ്പാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. യേശുവിനോടും യേശുവിൻ്റെ പ്രിയപ്പെട്ടവരോടും ചേർന്ന് നിൽപ്പാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ യേശുവേ, നിൻ്റെ തൃക്കരം എൻ്റെ മേൽ വെക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. ആ തിരുരക്തം പുരണ്ട കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും, നിങ്ങളെ ആശീർവദിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ കേടുകൾ മാറ്റും, നിങ്ങളുടെ പിന്മാറ്റം മാറ്റി നിങ്ങൾക്ക് സൗഖ്യം തരും, നിങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകൾ മാറ്റിത്തരും, നിങ്ങൾക്ക് സമാധാനം തരും, ശാന്തി തരും, സമൃദ്ധമായ ഐശ്വര്യപൂർണ്ണമായ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് തരും, ശോഭനമായ ഭാവി നിങ്ങൾക്ക് തരും. നിങ്ങൾ യേശുവിനെ സ്വീകരിപ്പീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തുന്നതിനായി സ്തോത്രം. എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കുന്നതിനായി സ്തോത്രം. എല്ലാം നന്മകളാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. എൻ്റെ നാഥ, നിന്റെ തിരുരക്തത്താൽ നിന്റെ മക്കളെ കഴുകണമേ. നാഥ, അതിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരു വിശുദ്ധ ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. നന്മകളാൽ ഞങ്ങൾ എല്ലാവരെയും അലങ്കരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.